അപ്പോൾ സാറിൻ്റെ സിനിമകളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സിനിമകളുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് കിളിയിൽ പമ്പരം എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രേതമായിട്ട് അഭിനയിക്കുന്ന പെൺവേഷം കെട്ടിയിട്ടൊക്കെ ജയതിനൊക്കെ ആ വേഷം എനിക്ക് നല്ല ഓർമ്മയിലുള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ക്ലിപ്പിങ്സ് ആ സമയത്തൊക്കെ ഒരുപാട് ഒരു വിളിക്കുകയും ഒരുപാട് ഒത്തിരി ഒരു സപ്പോർട്ട് കിട്ടുന്ന കഥാപാത്രങ്ങളിലുള്ളതാണ് ആയിരുന്നു അത്. പൊതുവെ മിക്കവാറും എല്ലാ ഹാസ്യ നടന്മാരും അടൂർ ബാസി തൊട്ട് ബഹദൂർ തൊട്ട് എല്ലാവരും ഈ സ്ത്രീ വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ദ്രൻസിനും അതിൽ നിന്ന് മോചനം ഉണ്ടായിട്ടില്ല, സ്ത്രീ വേഷം കെട്ടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ഈ സാരിയും ബ്ലൗസും ഏത് കോസ്റ്റ്യൂമറാണ് തന്നത്? പിന്നെ കഥാനായകൻ എന്ന് പറഞ്ഞ പടം അല്ലേ, അതിലും ഉണ്ടായിരുന്നില്ല? ഞങ്ങളെല്ലാവരും കൂടെ പാടിയത്, പാട്ട് പാടിയിട്ടുണ്ട് ജയറാമും അല്ലേ? എല്ലാവരും അവരവരുടെ ശബ്ദത്തിൽ പാടി, സ്വന്തം ശബ്ദത്തിൽ പാടി അവരൊക്കെ പാടി. എനിക്ക് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു ആദ്യം. അല്ല ഞാൻ വിചാരിച്ചെന്നറിയാം ഒരു സമാഗമത്തിൽ ഇന്ദ്രൻസ് ആ പാട്ട് പാടുമെന്ന് വിചാരിച്ചു. അത് ഇത്തിരിയേ ഉള്ളൂ സാറേ, 2-3 വരികൾ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അയ്യോ കളി കണ്ടില്ലേ, ആളും തരവും നോക്കണ്ട്, സണ്ണില്ലാക്കൊരു വിലയില്ലേ, ഈ ആഫീസർക്കും സീറ്റില്ലേ. അത്രയും തന്നെ എൻ്റെ ഉള്ളൂ. ജയറാമാണ് ജയറാം, ജയനാർദ്ദനൻ ചേട്ടൻ, ലളിത ചേച്ചി, അങ്ങനെ ഓരോ അതുപോലെ തന്നെ പാടിയിട്ടപ്പോഴുണ്ട്. രാജസേൻ്റെ ജയറാമിൻ്റെ പടത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ പിന്നെ അമ്പളിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു, ഇന്നസെൻ്റ് ഏട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ ഹരിശ്രീ അശോകൻ്റെ കൂടെയും ഒരുപാട് സിനിമ. ഹരിശ്രീ അശോകൻ മാനത്തെ കൊട്ടാരം മുതൽ അശോകൻ. അതിനു മുമ്പ് തന്നെ വി.ജി. വിശ്വംഭരസാറിൻ്റെ ഒരു പടത്തിൽ പാർവതി പ്രണയം, അതിലായിരുന്നു അശോകൻ മറ്റേ ആദ്യമായിട്ട് അമ്മ 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 എന്നൊക്കെ പറഞ്ഞു വരുന്നു. അതിൽ ഒത്തിരി പടങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അശോകൻ നല്ല സുഹൃത്തും കൂടിയാണ് അല്ലേ? വളരെ അടുപ്പുള്ള ഒരാളാണ്. അശോകനും ഇവിടെ വരാമെന്ന് പറഞ്ഞാണ്, അദ്ദേഹത്തിനും ഷൂട്ടിങ്ങിൻ്റെ തിരക്കാരനും വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഏതായാലും വീഡിയോ ക്ലിപ്പ് ഉണ്ട് അവിടെ, നമുക്കത് കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. ഇന്ദ്രൻസ്, എന്തുണ്ട് വിശേഷം? ശരിക്കും ഇവൻ്റെ പേര് ഇന്ദ്രൻസ് എന്നല്ല, സുരേന്ദ്രൻ എന്നാണ്. സിനിമയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻസ് ഇട്ടത്. എന്തായാലും വളരെ ഐശ്വര്യമുള്ള പേരാണ്. അതുപോലെ തന്നെ വളരെ ഐശ്വര്യമുള്ള ഒരാൾ തന്നെയാണ് ഇന്ദ്രൻസ്. ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയും ദിലീപിൻ്റെയും നാദിർഷയുടെയും ഒക്കെ വിധി എഴുതുന്ന ഒരു ചിത്രമായിരുന്നു മാനത്തെ കൊട്ടാരം. അതിൽ അന്ന് ഇന്ദ്രൻസ് ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു നടൻ. അന്ന് ഇന്ദ്രൻസ് വളരെ തിരക്കുള്ളൊരു നടനായിരുന്നു. പിന്നെ ഇന്ദ്രൻ്റെ ഭക്ഷണം ചെറിയ മീനുകളോടാണ്. നത്തോലി, എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വളരെ സെലക്റ്റീവാണ്. പക്ഷെ ഒരുപാട് ഇറച്ചി എന്ന് പറയുന്ന താല്പര്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. ഒരു കാര്യത്തിൽ പോലും അങ്ങനെ വാശി പിടിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആഗ്രഹമോ പുള്ളിക്കില്ല. പല സന്ദർഭങ്ങളിലും പല സ്ഥലത്ത് വെച്ചിട്ടും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പടത്തിന് മിക്ക സ്ഥലങ്ങളിലും പടത്തിന് പോലും എടാ ഞാൻ റെമുനറേഷൻ പറഞ്ഞില്ലടാ എന്നോട് പറയും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? എനിക്ക് ആ ആളോട് പറയാൻ പറ്റില്ലടാ, എന്നാലും കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്തിനാ? എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കഴിയാൻ നേരത്തെ എന്നോട് പറയും എടാ അവർ കുറച്ചടാ. അത്രയ്ക്ക് ശുദ്ധല. വെറുതെ അല്ല അവൻ ശുദ്ധൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തത്. അവൻ്റെ കയ്യിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്തൊരു സാധനം ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല, ഒരു ഉഗ്ര സബ്ജക്റ്റ് അവൻ്റെ കയ്യിലുണ്ട്. സമയമാകുമ്പോൾ ഇറക്കി വിടാൻ വേണ്ടിയിരിക്കുകയാണ്. എനിക്ക് ഇന്ദ്രനോടൊപ്പം ഈ വേദിയിൽ പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ദ്രനും ഇന്ദ്രൻ്റെ കുടുംബത്തിനും കൂടാതെ അമൃത ടിവിക്കും ഈ സമാഗമം പരിപാടിക്കും എനിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ അശോകൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു അദ്ദേഹം. ഇന്ദ്രനായിട്ടുള്ള നേരത്തെ പറഞ്ഞല്ലോ കുറേ സിനിമകളിൽ അഭിനയിച്ചു അല്ലേ? ഒത്തിരി പടങ്ങൾ. അല്ല പൊതുവേ ഇപ്പോൾ നേരത്തെ രാജസേനൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ദ്രൻ ചെയ്യേണ്ട ഒരു വേഷം കണ്ടപ്പോൾ ആ സിനിമയിൽ മണിയമ്പിള്ള പറയും എനിക്ക് ഇതിൽ റോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻസിൻ്റെ വേഷമാണ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ആരെങ്കിലും ഇന്ദ്രൻസിന് കിട്ടേണ്ട വേഷം തട്ടിയെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ആക്ടർ? അങ്ങനെ അറിയില്ല, നമുക്കറിയില്ല എന്നുള്ളത്, പക്ഷെ തട്ടിയെടുത്തിട്ടുണ്ടാവും. ഡയറക്ടറൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ വിഷമമൊന്നുമില്ലല്ലോ, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് എന്തായാലും കിട്ടും. വിധിയിലൊരു വിശ്വാസം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് മാനത്തെ കൊട്ടാരത്തിൻ്റെ ലൊക്കേഷനിലാണ്. അന്ന് ഞാൻ, ദിലീപ്, ഹരിശ്രീ അശോകൻ ചേട്ടൻ, ഞങ്ങൾ 3 പേരും കൂടി ഒരു മുറിയിൽ, നോൺ AC റൂം, ഇന്ദ്രേട്ടൻ മാത്രം AC റൂം. ഇന്ദ്രേട്ടൻ അന്ന് സൂപ്പർ സ്റ്റാറാണ് മലയാള സിനിമയിൽ. പക്ഷേ ഞങ്ങൾ 3 പേരും കൂടി കിടക്കുന്ന ആ നോൺ AC റൂമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരാളെ കാണാതാവുമായിരുന്നു രാത്രി, ദിലീപിനെ.
അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവൻ എവിടെ പോകണം, ചിലപ്പോൾ അടുത്ത് വീട്ടിൽ എറണാകുളത്ത് തന്നെയല്ലേ, അവൻ്റെ ചിറ്റയുടെ വീടുണ്ട്, അവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് രഹസ്യം. ഇന്ദ്രേട്ടൻ്റെ മുറിയിൽ ആ AC റൂമിൽ വന്നിട്ട് ഇവൻ കിടക്കുകയായിരിക്കും. അപ്പോൾ ഇന്ദ്രേട്ടൻ ആ റൂമിൽ കിടക്കാറുണ്ടായില്ല, AC റൂമിൽ. പകരം ഇന്ദ്രേട്ടൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ റൂമിൽ, അതായത് ഇന്ദ്രേട്ടൻ്റെ അളിയൻ ജയൻ ചേട്ടൻ്റെ റൂമിൽ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ആ സ്ഥിരം AC റൂമിൽ കിടന്നുറങ്ങിയിരുന്നത് ദിലീപാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഇന്ദ്രേട്ടൻ അത് ദിലീപ് പിന്നീട് സൂപ്പർ സ്റ്റാർ ആവുമെന്നുള്ളൊരു ബോധം അന്നേ ഉണ്ടായിട്ട് അന്ന് വിളിച്ചു കിടത്തിയാണെന്ന് അറിയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു മനസ്സ് അന്നേ ഞങ്ങൾ മനസ്സിലാക്കി. കാരണം നിങ്ങളുടെ സൗഹൃദ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന കോസ്റ്റ്യൂമറായിട്ട് നിങ്ങൾ സിനിമയിൽ വന്നപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നവർ എവിടെ കിടക്കുന്ന അവരുടെ കൂടെ പോയി അവരുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു ആ ഒരു മനസ്സ്. ഇന്ദ്രേട്ട ഒരുപാട് നന്മ വരട്ടെ, പ്രാർത്ഥിക്കുന്നു.